ദിവംഗതനായ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നത് അത് ഉടമസ്ഥാവകാശത്തിന്റെ കൈമാറ്റമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പുരോഹിതനെ ദൈവം ലോകത്തിൽ നിന്ന് എടുത്ത് തന്നോട് ചേർക്കുന്നു. ഇന്ന് വരെ കുടുംബത്തിൻ്റെതായിരുന്ന ലോകത്തിൻ്റെതായിരുന്ന ഇവര് ദൈവത്തിൻ്റെതാകാൻ പോകുന്നു. അവരുടെ ജീവിതത്തിന്റെ അർത്ഥം മാറാൻ പോകുന്നു. അവരുടെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം കുടുംബത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ദൈവത്തിലേക്ക് മാറാൻ പോകുന്നു. ഇതാണ് പൗരോഹിത്യത്തിൽ സംഭവിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 43 അധ്യായം 1 വചനത്തിൽ കർത്താവ് പറയുന്നു, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിനക്ക് രൂപം നൽകുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ശക്തമായ വ്യക്തമായ അവകാശവാദമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നു, നീ എന്റേതാണ്. ഇന്ന് ഡീക്കൻ ഡെനീസിനോടും ഡീക്കൻ ഷാൽബിനോടും നമ്മെ എല്ലാവരെയും സാക്ഷിയാക്കി കർത്താവ് പറയുന്നു, നീ എന്റേതാണ്. ഇനി മുതൽ അവർ ഈ കുടുംബങ്ങളുടെയല്ല, അവർ ഈ ലോകത്തിൻ്റെതല്ല, അവർ ഈ നാട്ടുകാരുടേതല്ല, അവർ ദൈവത്തിൻ്റെതാണ്. അവരുടെ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും മാറുന്നു. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 12 വചനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു സ്വന്തമാക്കുന്നവനാണ് പുരോഹിതൻ. ദൈവത്തിന്റെ സ്വന്തമായി മാറുന്നവനാണ് പുരോഹിതൻ. സംഖ്യയുടെ പുസ്തകം 18 അധ്യായം 20 വചനത്തിൽ കർത്താവ് അഹരോനോട് പറഞ്ഞു, നിനക്ക് ഇസ്രായേലിൽ ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശം, ഞാനാണ് നിന്റെ ഓഹരി. ഇന്ന് കർത്താവ് സ്വന്തമാക്കുന്ന ഈ പ്രിയപ്പെട്ട ഡീക്കന്മാരുടെ കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. ഇന്നു മുതൽ നിങ്ങളുടെ അവകാശവും നിങ്ങളുടെ ഓഹരിയും ഞാനാണ്. ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ട പുരോഹിതാർത്ഥി ദൈവത്തെ സ്വന്തമാക്കി ദൈവത്തെ തന്റെ ജീവിതത്തിന്റെ സമ്പത്തായി അവകാശമായി ഓഹരിയായി കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പൗരോഹിത്യ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്.